ബിഗ് ബോസ് സീസൺ 6 രണ്ടാമത്തെ ഒരു ഷോ, അതായത് രണ്ടാമത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള ഒരു വലിയൊരു റിവ്യൂ നമുക്ക് ചെയ്യാം. ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുന്ന ഷോ ലോഞ്ചിങ് ചെയ്ത് മാർച്ച് 11 ഇപ്പോൾ 12-ാം ദിവസം നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങിക്കഴിഞ്ഞു. വാശിയേറിയ പോരാട്ടം തന്നെയാണ്. വളരെ മികച്ച മത്സരാർത്ഥികൾ. പക്ഷേ ബോറാകുന്നുണ്ടോ എന്ന് തോന്നുന്നത് ജാൻമണിയെ തൊട്ടാണ് ആദ്യം നമ്മൾ സീൻ കൂടുതൽ തുടങ്ങിയത്. ജാൻമണിയെ രതീഷ് തുടങ്ങി വളരെ ചൊറിയുന്ന വർത്തമാനങ്ങളിലൂടെ ബിഗ് ബോസ് സീസൺ 2 ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങിയുണ്ടായി. ബിഗ് ബോസ് തീരുമാനങ്ങളിലുള്ള പല കാര്യങ്ങളിലും പല രീതികളിലും നമ്മൾ അവിടുത്തെ നിയമങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഒരു ഗെയിമറിയാണ് ബിഗ് ബോസ് വിന്നർ എന്ന് പറയുന്നത്. അതിൽ സാരഥിയാകുന്നതും അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നതും അതിന് ഉള്ള കേൾപ്പുള്ളതുമായ ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഒരു വളരെ മൈൻഡ് ഹെൽത്ത് ഗെയിമാണ് ബിഗ് ബോസ് സീസൺ 6 ആയത്. ഏത് ബിഗ് ബോസ് എടുത്താൽ അതാണ് ആ ഗെയിമിൻ്റെ ചൊറിച്ചലുകൾ. വെറുതെ ഇല്ലാത്തതിനും ഇല്ലതിനും ഒക്കെ വാരിയങ്ങ് എറിയുന്നത് തെറ്റാണ്. നല്ല കണ്ടൻ്റായ മറുപടികൾ കൊടുക്കണം. ബിഗ് ബോസ് സീസണിൽ അത് സംഭവിക്കട്ടെ എന്ന് തോന്നുന്നു. ജാൻമണിയ വന്നു തൊട്ടേ കുറിച്ച് മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. രതീഷ് എല്ലാത്തിനും നടുവിലാണ്. രതീഷിൻ്റെ റോക്കിയും കുറിച്ച് വളരെ ഗാംഭീര്യത്തോടെയാണ്. അപ്സരയൊക്കെ വളരെ സൈലൻ്റായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത്. ബിഗ് ബോസ് സീസണിൽ അർജുൻ എന്ന് പറയുന്നവനാണ് കുറച്ചും കൂടി കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യത എന്ന് പറയുന്ന ഒരു രീതിയിൽ. ജാസ്മിനൊക്കെ വേറെ ലെവലിലാണ്. ജിറ്റോ, അതായത് വളരെ ചെറിയ കാര്യത്തിന് പോലും വലിയ അടികൂടുന്ന ക്യാരക്ടറാണ് ജിറ്റോയുടേത്. ഋഷിയും വളരെ മുട്ടൻ പണി കൊടുക്കാൻ ഒരു കുറവും ഇല്ലാത്ത നല്ലൊരു വളരെ ഗംഭീരമായൊരു ഫൈറ്റ് ഋഷിയുടെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അൻസിബ വളരെ സൈലൻ്റാണ്. ഒന്നും പ്രതികരണങ്ങളൊന്നും തീരെയില്ലാത്ത ഒരു കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡ് വളരെ മോശമായി. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ പൊട്ടിപ്പാറുന്ന അടി നടക്കാൻ സീസണിൽ സംഭവിക്കാം. ശ്രുതിയൊക്കെ വളരെ സൈലൻ്റാണ്. വളരെ വളരെ സൈലൻ്റ് എന്ന് പറയേണ്ടി വരും ശ്രുതിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ. ബിഗ് ബോസ് സീസൺ 6 മത്സരാർത്ഥിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ മലയാളത്തിലെ ജനപ്രിയ നടൻ മോഹൻലാലിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ ആങ്കർ ആകുമ്പോൾ അതിൻ്റെതായ മികവ് ഉണ്ടായിരിക്കേണ്ടതാണ്. ബിഗ് ബോസ് സീസൺ 6 വളരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് സീസൺ 6 കാഴ്ചപ്പാടുകളും ഒക്കെ മാറുന്ന ഒരു കാര്യത്തോടാണ് നമ്മൾ നോക്കുന്നത്. വളരെ ആക്റ്റീവാകുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. സീസൺ 6 അർജുൻ കുറച്ച് ബോൾഡായ ഒരു ക്യാരക്ടർ. ജിറ്റോ ബോഡി ക്രാഫ്റ്റ്. യമുന ഒരു സാധാ വീട്ടമ്മയുടെ പ്രചരണമാണ്. ഋഷി വളരെ ഒന്നിനും ഒരു എല്ലാത്തിനും ഇടപെട്ടുന്ന ഒരു ക്യാരക്ടർ. ശ്രീരേഖ വളരെ പവർഫുൾ ലേഡിയാണ്. അപ്സര വെരി സൈലൻറ്റ്
റിയാക്ഷനാണ്. ശ്രുതി ഹാസൻ വളരെ വളരെ നോ സാലൻറ്റ്, ഒന്നുമില്ല, നോ പ്രതികരണം. ജാമുണി ദാസ് വളരെ 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 വേഗം പവർഫുള്ളാണ്. ജാസ്മിൻ വളരെ പവർഫുൾ ബ്യൂട്ടികളാണ്. ജിഷാന വളരെ വളരെ പവറാണ്. സിജോ ജോൺ പെർഫെക്റ്റ് പ്രസൻറ്റേഷനാണ്. രതീഷ് കുമാർ വളരെ വളരെ ബിഗ് ബോസ് 6 ഫണ്ണി ഗയാണ്. അതായത് വളരെ കോമൺ സിംഗറും കൂടി ആയതുകൊണ്ട് ഒരു ഭയങ്കര ബിഗ് ബോസ് സീസണിന് പറ്റിയ ഒരു മത്സരാർത്ഥി തന്നെയാണ്. അർജുൻ ശ്യാം ഗോപൻ വളരെ വളരെ ആക്റ്റീവ് പേഴ്സൺ. ആസി റോക്കി, 2 പേരിൽ അറിയപ്പെടുന്ന ആസി റോക്കിയായി മാറുന്ന ഒരു ക്യാരക്ടറാണ് നമുക്ക് കാണാൻ പറ്റും. ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥികളിൽ 19 പേരിൽ 2 പേർ കോമണറാണ്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിലൂടെ ബിഗ് ബോസ് രതീഷ് കുമാർ തമ്മിലുള്ള വിളയാട്ടം, അതായത് അഖിൽ മാരാറിന് നേരെയാണ് രതീഷ് കളിക്കുന്നത്. അഖിൽ മാരാർ കളിയാണ് രതീഷ് എന്ന് തോന്നിപ്പോയി. വളരെ ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ട് രതീഷിന് എന്ന് തോന്നിപ്പോകുന്ന ഒരു വിളയാട്ടം ബിഗ് ബോസ് സീസൺ 6 കാണുന്നു. ചായയുടെ പേരിൽ അടി തുടങ്ങുന്നു, ബീഡിയുടെ പേരിൽ അടി തുടങ്ങുന്നു. അങ്ങനെയൊക്കെയാണ് സീസണിൻ്റെ തുടക്കം എന്ന് നമുക്ക് പറയാം. നോമിനേഷൻ പ്രക്രിയയും ബിഗ് ബോസ് സീസൺ ക്യാപ്റ്റൻ ആകേണ്ട വ്യക്തികളുടെയുമൊക്കെ കാര്യങ്ങൾ ഏകദേശം എപ്പിസോഡ് നമുക്ക് പറയാൻ ആകും എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവരൊക്കെ വളരെ വളരെ നായകൻ, അതായത് ഒരു ചെറിയൊരു റോൾ ചെയ്തിട്ടില്ല, വലിയ റോളാണ് ചെയ്തത്. വലിയ റോൾ ചെയ്ത ഒരു ബിഗസ്റ്റ്, അതായത് ഭ്രമരത്തിലെ മെയിൻ ക്യാരക്ടർ, വളരെ സൈലൻറ്റ് പേഴ്സൺ ബിഗ് ബോസ് സീസൺ 6 നമുക്ക് കാണാൻ പറ്റും. കാണണം. ഇനി അങ്ങോട്ട് ബിഗ് ബോസ് സീസൺ 6 കാലാവധി ഒക്കെ ഏത് രീതിയിൽ ഏത് പെർഫോമൻസിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ പരുക്കമായ അടികൾ തുടങ്ങിക്കഴിഞ്ഞു. വളരെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് പ്രാവശ്യം. വളരെ വളരെ പ്രതികരണങ്ങൾ ശൈലികൾ കൂടുതലാണ് ബിഗ് ബോസ് സീസണിൽ ഇന്ന്. കോമഡികളും തമാശകളുമായി മാറാതെ വളരെ സീരിയസ് ആയി കൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഇങ്ങനെ തന്നെ ആവണം. ബിഗ് ബോസിന് സമയം കളയരുത്. കാര്യങ്ങൾ കുറച്ച് വേഗം തന്നെ ആവണം.